വെൽക്കം ബാക്ക് ടു അസി വ്ലോഗ്സ്. അപ്പോൾ എൻ്റെ ഫേസിലെ കണ്ണാടി കണ്ട ആരും പേടിക്കണ്ട. മൈഗ്രെയിൻ എന്ന കൂടപ്പിറപ്പ് കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ കൂടപ്പിറപ്പായിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുമ്പം ഈ കണ്ണാടി എൻ്റെ കണ്ണിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഷോയൊന്നും അല്ല, പവർ ഗ്ലാസ് ആണത്. ഈ ഒരു കണ്ണിന് കാഴ്ച കുറവാണ് കേട്ടോ. പിന്നെ ചെറിയ നോയ്സസ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും. ഞാൻ കിച്ചണിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നോയ്സസ് കേൾക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പം എന്തെങ്കിലും വീഡിയോ ഇടണ്ടേ. ഞാൻ വിചാരിച്ചു നമ്മൾ ഹൈസ് ബേബിക്ക് ഇലവർഗ്ഗങ്ങൾ കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഹൈസ് ബേബിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് മോസ്റ്റ്ലി ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട് മുരിങ്ങയില വെച്ചിട്ട്. അപ്പോൾ മുരിങ്ങയില വെച്ചിട്ട് നമ്മളിന്ന് ഹൈസ് ബേബിക്ക് നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഈ വ്ളോഗിൽ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിത് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയം എടുക്കും, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിക്കാതെ. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഇതാക്കിയിട്ടുള്ളൂ, ഹൈസ് ബേബിക്ക് മാത്രം കൊടുക്കാനായിട്ടുള്ളത് കൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. ബാക്കി കീര ഇവിടെ ഉണ്ട്, അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നാളെ ഉണ്ടാക്കാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ. നമ്മൾ കീരയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പരിപ്പെടുക്കാൻ പോയപ്പോൾ എനിക്ക് അടുത്ത ഡ്യൂട്ടി എൻ്റെ മമ്മീജി തന്നിട്ടുണ്ട്, മീൻ മറിക്കൽ. അപ്പോൾ നമുക്ക് മീൻ മറിച്ചിടാം. അപ്പോൾ ഞാൻ മീൻ മറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ എന്തോ ഒരു കരച്ചിൽ കേട്ടു. അപ്പോൾ നമുക്ക് ഐസ് ബേബി എണീച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എങ്കിൽ എൻ്റെ പരിപാടീസ് നടക്കൂല. അപ്പോൾ നമുക്ക് അവൾ എണീറ്റില്ലേ എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അയച്ചിക്കട്ടി, ഇത് എൻ്റെ കലാവിരുതാണ് കേട്ടോ, ഞാൻ ചെയ്തതാണത്. അപ്പോൾ നമ്മൾ കടയിൽ പരിപ്പെടുക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഹൈസ് ബേബി ഇങ്ങനെ എണീക്കും. പിന്നെ വാപ്പ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട, വാപ്പാരെ കയ്യിൽ എത്ര നേരം വേണമെങ്കിലും വാപ്പാരെ കയ്യിൽ അവൾ ഇരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ജോലികളൊക്കെ തീർക്കണം. അപ്പോൾ നമ്മൾ വന്നത് പരിപ്പെടുക്കാനാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജോലി തീരില്ല. അപ്പോൾ നമുക്ക് പരിപ്പെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങയില കറി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് കുക്കറിലോട്ട് ഇടാം. അതിലേക്ക് ഇത് ഒരു സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് പകുതി തക്കാളി, പിന്നെ 4 വെളുത്തുള്ളിയാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെന്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. നമ്മളിപ്പം വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പരിപ്പ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു 4-5 ഫിസിലെങ്കിലും അടിക്കണം വേകാനായിട്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയില നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഹൈസുവിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നെയ്യിൽ വഴറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പിന്നെ ബേബീസിന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് നെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മുരിങ്ങയില ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നമുക്ക് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഹൈസൂന് കൊടുക്കുന്നതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തത് ഈ ഒരു പരുവത്തിൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറും നമ്മൾ ഒരു 4-5 ഫിസിലൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പം വെള്ളമൊക്കെ വറ്റി നല്ല പരിപ്പൊക്കെ നല്ല വെന്തിരിക്കും. അതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റൗ ഓണാക്കി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില കറി റെഡിയായി. അപ്പോൾ നമ്മൾ ഹൈസ് ബേബിക്ക് ഫുഡ് എടുത്തിട്ടുണ്ട്. ചോറും സാമ്പാറും അതുപോലെ നമ്മളുണ്ടാക്കിയ മുരിങ്ങയില കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുത്ത് നോക്കാം ഹൈസ് ബേബിക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. സൂപ്പറാണോ ഹൈസ് ബേബി? സൂപ്പറാണോ? അപ്പോൾ നമ്മൾ ഹൈസ് ബേബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.